നമസ്കാരം. കുറ്റകൃത്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടും അവർക്കെതിരെ നടപടിയെടുക്കാത്ത സർക്കാരിന്റെ താല്പര്യം നിയമവിരുദ്ധമല്ലേ? ഒരു സംശയം കൊണ്ട് ചോദിച്ചതാ. സർക്കാർ നിയോഗിച്ച ഒരു ജുഡീഷ്യൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് നിർജീവമായി 4.5 വർഷം ഫ്രീസറിൽ വെച്ചിട്ട് ഇപ്പോൾ മാധ്യമങ്ങൾ മുന്നിട്ടിറങ്ങിയപ്പോൾ പൊടി തട്ടിയെടുത്ത് വെളിച്ചം കാണിച്ചു. അതിന് വിവരാവകാശ കമ്മീഷന്റെയും കോടതിയുടെയും ശക്തമായ സംയോജിത ഇടപെടൽ കൂടിയായപ്പോൾ റിപ്പോർട്ട് ഭാഗികമായെങ്കിലും പുറത്തുവിടാൻ സർക്കാർ നിർബന്ധിതമായി. എന്നിട്ടും കോടതി വിട്ടില്ല. ഭാഗികമല്ല, പൂർണ്ണമായ റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ കോടതിയിൽ സമർപ്പിക്കാൻ ഉത്തരവായി. ഇനിയപ്പോൾ കോൺക്ലേവും കൊണ്ടിറങ്ങാനാണ് പിണറായിയുടെ പദ്ധതി. മലങ്കര സഭാ കേസ് വിധി നടത്തിപ്പിലും ഇതേ സർക്കാരിന്റെ കാലത്ത് 2017 സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ അപ്പീലില്ലാത്ത അന്തിമ വിധിയിൽ ക്ലാരിഫിക്കേഷനും ക്യൂരിറ്റീവും കഴിഞ്ഞിട്ടും കീഴ്ക്കോടതികളുടെ വിധി നടത്തിപ്പ് ഉത്തരവ് പല ആവർത്തി ഉണ്ടായിട്ടും ചർച്ച എന്ന ചതിയിലൂടെ സമയം നീട്ടിക്കൊണ്ടുപോയി ഇപ്പോൾ 8ാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു. നിയമവിരുദ്ധമായി കോടതി വിധികളെ ധിക്കരിക്കുന്ന നിയമലംഘകരോടൊപ്പം സർക്കാർ നയിക്കുന്ന പോലീസും ജില്ലാ ഭരണകൂടങ്ങളും ഒത്തുചേരുമ്പോൾ പള്ളിമുറ്റത്തെ നാടകങ്ങൾ നിരന്തരം ഭംഗിയായി ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. അന്തർധാരകൾ പരസ്യമായി പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. സിനിമാ കേസിൽ പീഡന വീരന്മാർ തങ്ങളുടെ സ്ത്രീവിരുദ്ധ പ്രവർത്തികൾ പൂർവാധികം ശക്തമായി തുടർന്നപ്പോൾ സഭാ കേസിൽ നിയമലംഘകരായ വികട വിഭാഗം ദേവാലയങ്ങൾ അനധികൃതമായി കൈവശം വെക്കുന്നത് തുടരുന്നു. രണ്ടിനും സർക്കാരിന്റെ മൗനാനുവാദം ലഭിക്കുന്നു. സഭാ കേസിലെ വിധി നടത്തിപ്പിലും ഒരു നാൾ നേരം വെളുക്കാതെ പോകില്ല, അത് ഉറപ്പാണ്, ദൈവനിശ്ചയമാണ്. എത്ര നാൾ പൂഴ്ത്തിവെക്കാനാകും? ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതെ ഇരുന്നിട്ടില്ല. കാലം ഇതിനെല്ലാം മറുപടി നൽകും.